അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ്റെ നമ്മൾ ഒക്ടോബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. നമ്മൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇനി 2 എണ്ണം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നു. സെക്കൻഡ്, അതായത് മെയിൻ പാർട്ടിൻ്റെ 2ാമത്തെ സെക്ഷൻ 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എ നീറ്റ് സ്കെച്ച് ഓഫ് കോമ്പണൻസ് ഓഫ് എ ബ്രിഡ്ജ് ആൻഡ് മാർക്ക് സൈലൻറ്റ് പാർട്സ്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ കോമ്പണൻറ്റ് പാർട്സിൻ്റെ ഒരു നീറ്റ് സ്കെച്ച് വരച്ചിട്ട് അതിൽ പാർട്സ് മാർക്ക് ചെയ്യാനും എന്നിട്ട് ബ്രിഡ്ജിൻ്റെ അബട്ട്മെൻറ്റിനെ പറ്റി ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് റൺവേ ലെങ്ത് റിക്വയർഡിനെ പറ്റി ഡിഫൈൻ ചെയ്യാനും സൈറ്റ് സെലക്ഷൻ ഓഫ് എയർപോർട്ടിനെ ബാധിക്കുന്ന 6 ഘടകങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 6ാമത്തെയും 7ാമത്തെയും ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ബ്രിഡ്ജിൻ്റെ സൈലൻറ്റ് പാർട്സ് വരച്ച് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോട്ടിൽ വരച്ച ഫിഗറാണ്. ബ്രിഡ്ജിന് അബട്ട്മെൻറ്റും വിങ് വാളിൻ്റെ പോർഷൻ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക, അബട്ട്മെൻറ്റ് കാണിക്കുക, അബട്ട്മെൻറ്റിൻ്റെ താഴേക്ക് പിയറിൻ്റെ പോർഷൻ. സെക്ഷണൽ വ്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ. ബ്രിഡ്ജിൻ്റെ ക്രോസ് സെക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ വ്യൂ ആണ് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ ഡെക്ക് സ്ലാബിൻ്റെ അടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഗേർഡർ, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് റിവറിൻ്റെ ബെഡ് ലെവൽ, അതിൻ്റെ മേലെ മാക്സിമം ഹൈ ഫ്ലഡ് ലെവൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പിയറിൻ്റെയും സ്ലാബിൻ്റെയും ഇടയിൽ എന്താണ് ഒരു ബിയറിംഗ് ആയിട്ട് അല്ലേ, മൂവിങ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ബിയറിംഗ് കൊടുത്തിട്ടുണ്ട്. എക്സ്പാൻഷൻ ജോയിൻ്റ് ഉണ്ടാവും സ്ലാബിൻ്റെ ഇടയ്ക്ക് 30 മീറ്റർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ മേലെ സ്ലാബിൻ്റെ 2 സൈഡിലും എന്താണ് റെയിലിംഗ് കൊടുത്തിട്ടുണ്ടാവും. വാഹനങ്ങൾ അതിൻ്റെ ഇടയിലൂടെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, മറിഞ്ഞു പോകാതിരിക്കാൻ സേഫ്റ്റിക്ക് എന്നോണം ഹാൻഡ് റെയിൽസും കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിൻ്റെ 2 സൈഡിലേക്ക് എത്തുമ്പോൾ അവിടെ പാരപ്പറ്റായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. 2 സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ സൈഡായിട്ട് അപ്രോച്ച് സ്ലാബും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഫിഗറെല്ലാം ഇതിൽ വരയ്ക്കുക. ഫൗണ്ടേഷൻ അബട്ട്മെൻറ്റിൻ്റെയും പിയറിൻ്റെയൊക്കെ ഫൗണ്ടേഷൻസ് കറക്റ്റ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് അതിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അബട്ട്മെൻറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അബട്ട്മെൻറ്റ് എന്താ നമുക്ക് ഈ ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഫിഗറിൽ തന്നെ എൻഡ് അല്ലേ, ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷനിൽ വരുന്ന ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിലാണ് ബ്രിഡ്ജിൻ്റെ ഡെക്ക് സ്ലാബ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അബട്ട്മെൻറ്റ് എന്തിനും കൂടി സഹായിക്കുന്നുണ്ട്, ബ്രിഡ്ജിൽ വരുന്ന എൻ്റയർ അല്ലെങ്കിൽ ഡെക്ക് സ്ലാബിൽ വരുന്ന എൻ്റയർ ലോഡിനെ താഴെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ടു ദ എൻഡ് 2 എൻഡ് പോർഷനിൽ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് അബട്ട്മെൻറ്റാണ്. പിന്നെന്താണ്, അവിടുത്തെ ആ പോർഷനിലെ എർത്ത് റീറ്റെയിൻ ചെയ്യാനും ഒരു റീറ്റെയിനിങ് വാൾ പോലെയും കൂടി അബട്ട്മെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. 2 സൈഡിലേക്കും അബട്ട്മെൻറ്റിൽ നിന്നാണ് വിങ് വാളിൻ്റെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്, ഇറ്റ് ഈസ് ദ എൻഡ് പാർട്ട് അല്ലെങ്കിൽ എൻഡ് സപ്പോർട്ട് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദി ബ്രിഡ്ജ് അല്ലേ. ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻഡ് പാർട്ടാണ്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്നത് എവിടെയാണ്, സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെക്ക് സ്ലാബും ബിയറിങ്ങിന് അങ്ങോട്ടേക്ക് മേപ്പട്ടേക്കാണ് സൂപ്പർ സ്ട്രക്ചർ. ബ്രിഡ്ജിൻ്റെ സബ്സ്ട്രക്ചറായി വരുന്നതാണ് ശരിക്കും അബട്ട്മെൻറ്റും പിയറും എല്ലാം. ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദ ലോഡ് ഫ്രം ദ ബ്രിഡ്ജ് ടു ദ ഫൗണ്ടേഷൻ അല്ലേ. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രിഡ്ജിൽ നിന്ന് ഫൗണ്ടേഷനിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ എന്തായിട്ട് ലാറ്ററലി സപ്പോർട്ട്സ് ദ എർത്ത് വർക്ക് ഓഫ് ദ എംബാങ്ക്മെൻറ്റ് ഓഫ് അപ്രോച്ചിൽ 2 സൈഡിലുള്ള അപ്രോച്ചസിലുള്ള എർത്ത് വർക്കിനെ ലാറ്ററലി സപ്പോർട്ട് ചെയ്യുന്നതും അബട്ട്മെൻറ്റാണ്. മേസൺറി കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടാണ് യൂഷ്വലി കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ. അത് ഏത് വേണമെന്നുള്ളത് അവിടുത്തെ ലോഡിങ് കണ്ടീഷൻ അനുസരിച്ചിട്ട് എത്രത്തോളം ലോഡ് അവിടെ വരുന്നുണ്ട്, എത്രത്തോളം ലോഡ് ആ ഡെക്ക് സ്ലാബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ അവിടെ സോയിലിൻ്റെ സ്ട്രെങ്ത് എത്രയാണ് അതിനൊക്കെ ആശ്രയിച്ചാണ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് സ്റ്റാൻഡേർഡ് റൺവേ ലെങ്ത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സൈറ്റ് സെലക്ഷൻ ഓഫ് എയർപോർട്ട്. അപ്പോൾ ഡെഫിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റൺവേ ലെങ്ത് നോക്കാം. ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് റൺവേ അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ്. അതായത് എല്ലാ കണ്ടീഷൻസും ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡിനെ പറ്റി പറയാറില്ലേ, ഐഡിയൽ ഫ്ലൂയിഡും റിയൽ ഫ്ലൂയിഡും ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷൻസും പ്രോപ്പറായിട്ടില്ല, വിസ്കോസിറ്റി ഇല്ല, അങ്ങനെയുള്ള കമ്പസിബിലിറ്റി ഇല്ല, അങ്ങനെയുള്ള എല്ലാം ഇതും 0 ആയിട്ട് പക്കായിട്ടുള്ള ഫ്ലൂയിഡാണ് ഐഡിയൽ ഫ്ലൂയിഡ്. അതേപോലെ അത് പക്ഷേ എന്താണ് ഇമാജിനറി, ഒരിക്കലും ഒരു ഫ്ലൂയിഡ് ഐഡിയൽ ആവില്ല, നമുക്ക് റിയൽ ഫ്ലൂയിഡ്സേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഐഡിയൽ കണ്ടീഷൻസ്, എല്ലാ കണ്ടീഷൻസും കറക്റ്റ് ഐഡിയലി ആവുകയാണെങ്കിൽ അവിടെ അവൈലബിൾ ആവുന്ന ലെങ്ത് ഓഫ് റൺവേനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റൺവേ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ആൾട്ടിറ്റ്യൂഡ് ഈസ് അറ്റ് മീൻ സീ ലെവൽ,
ആൾട്ടിറ്റ്യൂഡ് മീൻ സീ ലെവലിലായിരിക്കുക, ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് ആയിരിക്കുക, ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയൻ്റ് ഒന്നുമില്ല, വിൻഡ് ഇല്ല, റൺവേയിൽ ഒരു വിൻഡും ഇല്ല, പിന്നെ എന്താണ് പോകുന്ന റൂട്ട് ഡെസ്റ്റിനേഷനിലും വിൻഡില്ല, ടെമ്പറേച്ചർ പോകുന്ന റൂട്ടിലുള്ള ടെമ്പറേച്ചറും സ്റ്റാൻഡേർഡാണ്. അങ്ങനെ എല്ലാ കണ്ടീഷൻസും. പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല അല്ലേ, എവിടെയും പോകുന്ന റൂട്ടിൽ എവിടെയും വിൻഡ് ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ റൺവേയിൽ ഒരിക്കലും വിൻഡ് കാറ്റ് വീശാണ്ടിരിക്കുക, അതൊന്നും സംഭവിക്കാത്ത കാര്യം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുക, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ എത്തുന്നവരെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതെല്ലാം ഐഡിയൽ ആയിരിക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റൺവേ ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതൊരു ഐഡിയൽ കണ്ടീഷനാണ്. ഐഡിയൽ അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയാം, അത്രയും. പിന്നെ സൈറ്റ് സെലക്ഷൻ ഓഫ് എയർപോർട്ടിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ കഴിഞ്ഞതിലും ഡിസ്കസ് ചെയ്തതാണ്, അവിടുത്തെ റീജിയണൽ പ്ലാൻ. പിന്നെ എയർപോർട്ടിൻ്റെ ടൈപ്പ് ഏതാണ്, പിന്നെ എയർപോർട്ടിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എങ്ങനെ അസസ് ചെയ്യും, പ്ലെയിൻ വന്ന് ഇറങ്ങുന്നതും റൺവേൻ്റെ കാര്യങ്ങളും, അവിടുത്തെ ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി എങ്ങനെ ഇരിക്കുന്നു, സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് ഡ്രൈനേജും എല്ലാ കാര്യങ്ങളും ഇതാക്കാൻ പറ്റും. പിന്നെ മെറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് കാറ്റ്, മഞ്ഞ്, മൂടൽമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ വിസിബിലിറ്റീനൊക്കെ അത് ബാധിക്കും അല്ലേ. ന്യൂയിസൻസ്, സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലേ, എന്തെങ്കിലുമൊക്കെ നോയ്സ് ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കും. അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊന്നും എപ്പോഴും എയർപോർട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടൗണിൻ്റെ നടുക്ക് കൊണ്ടായിട്ടൊന്നും എയർപോർട്ട് വെക്കാറില്ല. നമ്മൾ കുറച്ച് മാറി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് വെക്കുക അല്ലേ. ഈ വേവ്സ് ഇൻ്റർമിഷനൊക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമുക്കറിയാം ഈ വിമാനം ലാൻഡ് ആൻഡ് ടേക്ക് ഓഫ് ചെയ്യുന്ന സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള വീടുകളിലൊക്കെ കണ്ടറിയും. വിമാനം അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ടി വിയിലുള്ള റേസൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കും. അതെന്ന് വെച്ചാൽ അത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഓൺ സൈറ്റ് ആൻഡ് ഓഫ് സൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എത്രത്തോളം ഉണ്ട്. പിന്നെ ഷേപ്പ് ആൻഡ് ഡയമെൻഷൻ ഓഫ് സൈറ്റ്, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ടോ, കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ഇതൊക്കെ എയർപോർട്ടിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് സി പാർട്ടാണ്. അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഡു യു മീൻ ബൈ സൈഡ് ഡിസ്റ്റൻസ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സ്റ്റോപ്പിംഗ് സൈഡ്. ഈ ഒരു എപ്പോഴും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സൈഡ് ഡിസ്റ്റൻസ് ഈ മോഡ്യൂളിൽ. അതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് റോഡ് ഇൻ്റർചേഞ്ച് ഉണ്ടല്ലോ, റോട്ടറി, ട്രംഫറ്റ്, ക്ലോവർ ലീഫ്, അതെന്തായാലും പഠിക്കുക. സൈഡ് ഡിസ്റ്റൻസ് എന്തായാലും പഠിക്കുക. പിന്നെ റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് പഠിക്കുക. അതെല്ലാം ഈ മോഡ്യൂളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാഫിക് സ്റ്റഡീസും ട്രാഫിക് സിഗ്നൽസും അതൊന്നും സ്കിപ്പ് ചെയ്ത് പോകരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മോഡ്യൂളിൽ ആ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് പറയുന്നു. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആൻഡ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് യൂസ്ഡ് ഫോർ റോഡ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസും ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസും. റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ രണ്ട് സൈഡ് ഡിസ്റ്റൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ഹൗ യു എസ്റ്റിമേറ്റ് ദ ട്രാഫിക് വോളിയം ഇൻ എ ഹൈവേ പ്രോജക്റ്റ്. ഹൈവേ പ്രോജക്റ്റിൽ എങ്ങനെയാണ് ട്രാഫിക് വോളിയം എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് പറയാം. ഓക്കെ, അതിൻ്റെ ഓവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് വേരിയസ് ടൈപ്പ് ഓഫ് റോഡ് സ്ട്രക്ചേഴ്സ്, കർബ്, റോട്ടറി ആൻഡ് ചാനലൈസിങ് ഐലൻഡ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രേഡ് ആൻഡ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ വിത്ത് വൺ എക്സാമ്പിൾ. ഗ്രേഡ് ഇൻ്റർസെക്ഷനും ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷനും ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും, നേരിട്ടിട്ട് ടു ദ പോയിൻ്റ് ഡെഫിനിഷൻ ചോദിക്കാതെ ഇങ്ങനെ രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയുമോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അത് വെറുതെ പഠിച്ചു വെച്ചതാണോ എന്നല്ലാണ്ട് കാര്യങ്ങൾ അറിയുമോ ചെക്ക് ചെയ്യാനാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താണ്, സൈഡ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് റോഡ് വിസിബിൾ ടു ദ ഡ്രൈവർ അഹെഡ് ഓഫ് ഹിം. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓൺ ദ റോഡ് ഫ്രം ദ സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ മുന്നോട്ട് എത്ര ഡിസ്റ്റൻസ് റോഡ് വിസിബിൾ ആണ്. നമ്മൾ ഒരു പോയിൻ്റ് നോക്കുമ്പോൾ ഒരു ഡ്രൈവർ ഒരു പോയിൻ്റാണ്, അപ്പോൾ നമ്മൾ കുന്നുമ്പിലെത്തി ഓടിച്ചിട്ട് കുന്നുമ്പിൽ നിന്ന് അവിടെ അങ്ങോട്ടേക്ക് ഡ്രൈവറിൻ്റെ മുന്നിലേക്ക് എത്ര ലെങ്ത്തിൽ റോഡ് അയാളുടെ കാഴ്ചപ്പുറം എത്ര വരെ കാണാൻ പറ്റും, അതിനാണ് നമ്മൾ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് റോഡ് ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ രണ്ടാമത് നിൽക്കുന്നത്. ഫസ്റ്റ് നമ്മൾ റൂളിംഗ് അല്ലെങ്കിൽ ഡിസൈൻ സ്പീഡാണ് കൺസിഡർ ചെയ്യുക അല്ലേ, വാഹനത്തിൻ്റെ സ്പീഡ് അല്ലേ, സ്പീഡ് ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാനുള്ളത്. അപ്പോൾ അതേപോലെ അതിന് ശേഷം രണ്ടാമത് നമ്മൾ നോക്കുന്ന ഘടകം സൈഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഓൾറെഡി നമുക്കറിയാം. അതായത്
ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് എതിരെയുള്ള ഒരു വാഹനമായിട്ട് കൊളൈഡ് ചെയ്യാതിരിക്കാൻ എത്ര മിനിമം ഡിസ്റ്റൻസ് എത്തുമ്പോൾ നമുക്ക് ആ വണ്ടീനെ സേഫായിട്ട് ചവിട്ടി നിർത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം ഗ്യാപ്പ് അവൈലബിൾ ഉണ്ട് അതിനെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് നീഡഡ് ബൈ എ ഡ്രൈവർ ട്രാവലിംഗ് അറ്റ് എ ഡിസൈൻ സ്പീഡ് ടു സ്റ്റോപ്പ് ഹിസ് വെഹിക്കിൾ ബിഫോർ കൊളൈഡിങ് വിത്ത് ദ ഒബ്സ്ട്രക്ഷൻ അഹെഡ്. അപ്പോൾ ഡിസൈൻ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് മുന്നിലുള്ള ഒബ്സ്ട്രക്ഷനായിട്ട് കോയിൻസൈഡ് ചെയ്യാതെ ചവിട്ടി നിർത്താൻ ഇടയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മുടെ വാഹനത്തിൻ്റെയും ഒബ്സ്ട്രക്ഷൻ്റെ ഇടയ്ക്ക് ഇടയിൽ എത്രത്തോളം ഡിസ്റ്റൻസ് അവൈലബിൾ ആണോ അതിൻ്റെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിലെന്തുണ്ട്, നമ്മളിപ്പോൾ ആ ദൂരെയുള്ള വാഹനത്തിന് അല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനത്തിന് അല്ലെങ്കിൽ മുന്നിലുള്ള ഒബ്സ്ട്രക്ഷൻ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനിടയ്ക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കി ആ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്താ പറയുക ലാഗ് ഡിസ്റ്റൻസ്. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി നിൽക്കാതിരിക്കുന്ന സമയമാണ് ബ്രേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മായിരിക്കും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ IRC റെക്കമെൻഡ് ചെയ്ത അനുസരിച്ചിട്ട് ഡ്രൈവറിൻ്റെ ഐ ലെവൽ എന്താണ് 1.2 മീറ്റർ ആയിരിക്കണം. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വാഹനത്തിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഒബ്സ്ട്രക്ഷൻ്റെ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 0.15 മീറ്റർ എങ്കിലും വേണം. ഗ്രൗണ്ട് ലെവലിൽ ഒബ്സ്ട്രക്ഷൻ 0.15 മീറ്റർ എങ്കിലും റൈസ് ചെയ്തിരിക്കണം. ഡ്രൈവറിൻ്റെ ഐ ലെവൽ എന്ന് പറഞ്ഞാൽ റോഡ് ലെവലിൽ നിന്ന് 1.2 മീറ്റർ ഹൈറ്റിൽ വിസിബിലിറ്റി ഉള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് 2 പാർട്ടുണ്ട്, റിയാക്ഷൻ ഡിസ്റ്റൻസും ഉണ്ട്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസും ഉണ്ട്. റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡ്രൈവർ എതിരെ വരുന്ന വാഹനത്തിന് അല്ലെങ്കിൽ മുന്നിലുള്ള ഒബ്സ്ട്രക്ഷനെ കണ്ട് മനസ്സിലാക്കി ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന ടൈം. അതിൻ്റെ ഇടയിൽ വാഹനം കുറച്ച് മുന്നിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം നിർത്തുന്നതിനിടയ്ക്ക് നിൽക്കുന്ന ടൈമിനെയാണ് ബ്രേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അതാണ് ആ ഫോർമുല. ഓക്കെ, ഇനി ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മുന്നിലൊരു വാഹനം പോകുന്നുണ്ട്, അതിന് സ്പീഡ് കുറവാണെന്ന് നമ്മൾ ഡ്രൈവർ മനസ്സിലാക്കി. അപ്പോൾ ആ സ്പീഡ് കുറവായ വാഹനത്തിന് നമുക്ക് ഓവർടേക്ക് ചെയ്യണം. സോ എതിരെ വരുന്ന വാഹനമായിട്ട് കൊളൈഡ് ചെയ്യാണ്ട് നമ്മുടെ മുന്നിലുള്ള വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ എത്രത്തോളം ഡിസ്റ്റൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെയാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മിനിമം ഡിസ്റ്റൻസ് that need to be visible to a driver moving at a design speed and intending to overtake a slow moving vehicle ahead with a safety against the traffic in opposite direction. അപ്പോൾ മിനിമം ഈ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് മിനിമം വിസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം, എതിരെ വരുന്ന വാഹനമായിട്ട് കോയിൻസൈഡ് ചെയ്യുകയും ചെയ്യരുത്, എന്നാൽ നമ്മുടെ മുന്നേ മെല്ലെ പോകുന്ന വാഹനത്തിന് സേഫായിട്ട് എന്ത് ചെയ്യണം, ഓവർടേക്ക് ചെയ്യാൻ വേണം. അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഡ്രൈവർക്ക് അവൈലബിൾ ആണ് അതിനാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഓവർടേക്ക് ചെയ്യുന്ന വാഹനത്തിൻ്റെയും ഓവർടേക്കൺ ചെയ്യുന്ന വാഹനത്തിലുള്ള ഡ്രൈവറിൻ്റെ ഐ ലെവൽ 1.2 മീറ്റർ തന്നെ ആയിരിക്കണം. ഇവിടെ നമുക്ക് 3 ഡിസ്റ്റൻസുകളായിട്ടാണ് നമ്മൾ പറയുക. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുന്നതിനിടയ്ക്ക്, അതായത് നമ്മളുടെ വാഹനവും മുന്നിൽ പോകുന്ന സ്പീഡ് കുറഞ്ഞ വാഹനത്തിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് D1. പിന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് D2. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ്ലി വരുന്ന വാഹനത്തിന് ആ വാഹനവും നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനവും തമ്മിലുള്ള ഡിസ്റ്റൻസ് D3. എന്താണ് ഒന്നാമത്തെ ഡിസ്റ്റൻസ് D1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ വാഹനവും മുന്നിൽ മെല്ലെ പോകുന്ന മുന്നിലത്തെ വാഹനവും തമ്മിലുള്ള ഇടയിലുള്ള ഗ്യാപ്പ്, അതാണ് D1. പിന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓവർടേക്കിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് D2. അപ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന ആ സമയം കൊണ്ട് എതിരെ വരുന്ന വാഹനം നമ്മളുടെ വാഹനം കവർ ചെയ്യുന്ന, അതായത് ഓവർടേക്ക് ചെയ്യുന്ന വാഹനത്തിന് നമ്മളിപ്പോൾ മെല്ലെ ഓടുന്ന വാഹനത്തിന് നമ്മൾ ഓവർടേക്ക് ചെയ്തു. അങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ സേഫായിട്ട് ഓവർടേക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാഹനം നമ്മളെ ഇടിക്കരുത്. സോ അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനവും എതിരെ വരുന്ന വാഹനം തമ്മിലുള്ള ഡിസ്റ്റൻസ് D3. അപ്പോൾ അങ്ങനെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് D1 + D2 + D3 ആയിരിക്കും.
അപ്പോൾ ഈ ട്രാഫിക് വോളിയം സ്റ്റഡിയിൽ നമ്മൾ എങ്ങനെയാണ് ട്രാഫിക് വോളിയം കണക്കാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 2 മെത്തേഡുണ്ട്, മാനുവൽ മെത്തേഡും ഉണ്ട്, മെക്കാനിക്കൽ കൗണ്ടർ മെത്തേഡും ഉണ്ടെന്ന് പറഞ്ഞു. മാനുവൽ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതാണ്. അതായത് സർട്ടൻ പീരീഡ് ഓഫ് ടൈം ഒരാൾ ഒരു പോയിന്റിൽ നിൽക്കും, ആ പോയിന്റിലൂടെ വിത്തിൻ ഇപ്പോൾ 24 hours ആണെങ്കിൽ നമുക്ക് 24 നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ്, മാനുവൽ മെത്തേഡിൻ്റെ 24 hours ഒരാൾക്ക് നിൽക്കാൻ സാധിക്കില്ല അല്ലേ, അത് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. സോ നമുക്ക് വളരെ കുറച്ച് സമയത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ മാനുവൽ മെത്തേഡിൽ ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. പക്ഷേ എന്താണ്, മാനുവൽ മെത്തേഡ് ആകുമ്പോൾ നമുക്ക് വേറൊരു ഉപകാരമുള്ള എന്താ വെച്ചാൽ അറ്റ് ദാറ്റ് പോയിന്റ് നമ്മൾ നിൽക്കുന്ന ടൈമിൽ നമുക്ക് എല്ലാ തരം വാഹനങ്ങളെ പറ്റിയിട്ടും നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും. അതായത് 2 വീലർ എത്ര പാസ് ചെയ്തു, 3 വീലർ എത്ര പാസ് ചെയ്തു, 4 വീലർ എത്ര പാസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് സാധിക്കും. പക്ഷേ മെക്കാനിക്കൽ മെത്തേഡിൽ എന്താണ്, നമുക്ക് 24 hours മെക്കാനിക്കൽ കൗണ്ടേഴ്സ് നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യും അല്ലേ, ഏതെങ്കിലും സിഗ്നൽ ബോർഡ്സിലോ അല്ലെങ്കിൽ റോഡിൽ തന്നെയോ ഒക്കെ ആയിട്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ അതിൽ എന്ത് ചെയ്തും റെക്കോർഡ് ചെയ്ത് പോയിക്കോളും. നമുക്ക് 24 hours റീഡിങ്സ് കിട്ടും എത്ര വാഹനങ്ങൾ പോയി. പക്ഷെ അവിടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, 2 വീലർ ആണോ 3 വീലർ ആണോ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ എത്ര വാഹനം പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റ് മോഡ്യൂളിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്, സോറി അതിൽ തന്നെ ഓവർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അല്ലേ. 4ാമത്തെ ഇതിൻ്റെ ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓവർ ക്വസ്റ്റ്യനിൽ എന്താണ്, കുറച്ച് ഓഡ് എലമെൻറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. കർവ് നമുക്കറിയാം, എന്തിനാണ് കർവ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പേയ്മെൻറ്റിൻ്റെയും ഷോൾഡറിൻ്റെയും ഇടയ്ക്ക് എന്താണത്, there are root structures provided to indicate boundary between pavement and shoulder or island or footpath or parking space. നമുക്കറിയാം എന്താണ്, നമ്മളുടെ റോഡും ഫുട്പാത്തുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ബൗണ്ടറി, അതിനെയാണ് നമ്മൾ കർവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് മാത്രമല്ല എന്താണ്, പാർക്കിംഗ് സ്പേസും ഫുട്പാത്തുമായിട്ടുള്ള സെപ്പറേഷൻ കാണിക്കാനോ അല്ലെങ്കിൽ ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ഐലൻഡും നമ്മളിപ്പോൾ എന്താണ് പെഡസ്ട്രിയൻ ക്രോസിങ്സ് ഒക്കെ റോഡിൻ്റെ ഇടയിൽ കൊടുക്കാറില്ല, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രാഫിക് ഐലൻഡും റോഡിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യുന്ന വെർട്ടിക്കൽ ക്ലിയറൻസിനെയാണ് നമ്മൾ കർവ് എന്ന് പറയുക. അത് 3 രീതിയിലുണ്ട്. ലോ ഓർ മൗണ്ടബിൾ ടൈപ്പ്. ലോ മൗണ്ടബിൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ വാഹനങ്ങൾക്ക് അതിലൂടെ കയറി ട്രാവൽ ചെയ്തു പോകാം. പിന്നെ സെമി ബാരിയർ ടൈപ്പ് ഉണ്ട്, അത് കുറച്ച് എന്താ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു 15 centimeter ഒക്കെ ആയിരിക്കും. അപ്പോൾ വാഹനത്തിന് അതിലൂടെ കയറി പോകണമെങ്കിൽ കുറച്ച് എഫേർട്ട് കൂടെ എടുക്കേണ്ടി വരും. വളരെ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ബാരിയർ ടൈപ്പിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഹൈറ്റ് 20 centimeter ആയിരിക്കും. അതിലൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വാഹനങ്ങൾക്ക് അതിൻ്റെ മേലെ കൂടെ കയറി ഫുട്പാത്തിലൂടെ ഓട്ടിച്ചു പോകാനായിട്ട് സാധിക്കില്ല. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ള റോട്ടറിയാണ്. റോട്ടറി എന്ന് വെച്ചാൽ ഒരു എൻലാർജ്ഡ് റോഡ് ഇൻ്റർസെക്ഷനാണ് അല്ലേ. അവിടെ വാഹനങ്ങൾ എന്താണ്, വേറെ ആൾ കൺവേർജിങ് വെഹിക്കിൾ ആർ ഫോഴ്സ്ഡ് ടു മൂവ് അണ്ടർ എ ലാർജ് ആൻഡ് സെൻട്രൽ ഐലൻഡ് ഇൻ വൺ ഡയറക്ഷൻ ബിഫോർ ദേ ക്യാൻ വീവ് ഔട്ട് ഓഫ് ട്രാഫിക് ഫ്ലോ ഇൻ ടു ദയർ റെസ്പെക്റ്റീവ് ഡയറക്ഷൻസ് റേഡിയേറ്റിംഗ് ഫ്രം ദ സെൻട്രൽ ഐലൻഡ്. അതായത് എന്താണ്, ഒരു റോഡിൽ ഒരു കൺവേർജ് ചെയ്ത് വരുന്ന ഒരു ട്രാഫിക്കിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ പല റോഡുകളിലേക്കും പല പോയിന്റിൽ നിന്നും ആ ഒരു സെൻട്രൽ പോയിന്റിലേക്ക് വെഹിക്കിൾസ് എത്തുകയാണ്. അപ്പോൾ ആ വെഹിക്കിൾസിൻ്റെ കൺജഷൻ ഒഴിവാക്കാൻ ഈ റോട്ടറി, ഈ സർക്കുലർ ഐലൻഡിലൂടെ ട്രാഫിക്കിൽ ടേൺ ചെയ്തിട്ട് മറ്റു റോഡുകളിലേക്ക് പോകാം. അതുവഴി അവിടെ എഫക്റ്റീവ് ട്രാഫിക് മാനേജ്മെൻറ്റ് നടക്കുക, എന്താണ് ട്രാഫിക് കൊളീഷൻസ് അല്ലെങ്കിൽ ട്രാഫിക് കൺജഷൻസ് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഈ ചാനലൈസിങ് ഐലൻഡ്സ് എന്താണ്? ചാനലൈസ്ഡ് ഐലൻഡ്സ് യൂസ് പേയ്മെൻറ്റ് മാർക്കിങ്സ് ഓർ റൈസ്ഡ് ഐലൻഡ്സ് ടു ഡെസിഗ്നേറ്റ് ദ ഇൻറ്റൻഡഡ് വെഹിക്കിൾ പാത്സ്. അപ്പോൾ ചാനലൈസ്ഡ് ഐലൻഡ് ആണെങ്കിൽ ഇപ്പോൾ T ജംഗ്ഷനോ Y ജംഗ്ഷനൊക്കെ ആയിട്ട് റോഡ് വന്ന് മീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, 2 സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഐലൻഡ് പോലെയോ അല്ലെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ മാർക്കിങ്സ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പിനാണ് ചാനലൈസിങ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ് പാത്തിൽ വെഹിക്കിൾസിന് പോകാൻ സാധിക്കും. അതുവഴി കോൺഫ്ലിക്ട്സ്, വാഹനത്തിനുള്ള കൺഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാം. അപ്പോൾ നടുവിൽ പെഡസ്ട്രിയൻസിന്, കാൽനട യാത്രക്കാർക്ക് നടുവിൽ റെഫ്യൂജ് ഐലൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി അവർക്ക് ക്രോസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുവഴി എന്താണ്, നമുക്ക് ഈ പെഡസ്ട്രിയൻ ഐലൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി അവിടെ ട്രാഫിക് സിഗ്നൽസും ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും
സാധിക്കുന്നതാണ്. ഈ 4 ബി ചോദിച്ചിട്ടുള്ള എന്താണ്? ഗ്രേഡ് ഇൻ്റർസെക്ഷനും ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷനും തമ്മിലുള്ള ഡിഫറൻസാണ് അല്ലേ. ഇപ്പോൾ ചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഈ ഇൻ്റർസെക്ഷനിൽ വെഹിക്കിൾ അപ്രോച്ച് ചെയ്യുന്നു. അപ്രോച്ച് ചെയ്തിട്ട് നേരെ ഏത് ചാനൽസിലേക്കാണോ പോകേണ്ടത് ആ ചാനൽസ് വഴി ആ ചാനൽസിൻ്റെ നടുവിലായിട്ട് എന്താണ് ട്രാഫിക് ഐലൻഡ്സോ മാർക്കിങ്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ അങ്ങനെയാണ് വാഹനങ്ങളുടെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത് അല്ലേ. കാരണം എന്താണ്, അവിടെ കോൺഫ്ലിക്റ്റിനുള്ള ഏരിയ നമ്മൾ കുറച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഐലൻഡ്സും അതേപോലെ ട്രാഫിക് സിഗ്നൽസും ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രാഫിക് മാർക്കിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ട്രാഫിക് കോൺഫ്ലിക്ട്സ് കുറയ്ക്കുന്നത്. പിന്നെ ചാനലൈസിങ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഇഫ് നോ ചാനലൈസിങ് ഈസ് പ്രൊവൈഡ് ഡ്രൈവറിന് എന്തേ ഉണ്ടാവുള്ളൂ, സ്പീഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അതുവഴി ഇൻ്റർസെക്ഷനിലേക്ക് എന്താണ് അതേ സെയിം സ്പീഡിൽ തന്നെ കാരേജ് വേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ അത് അവിടെ എന്ത് സംഭവിക്കും, ആക്സിഡൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ മാർക്കിങ്സ് കൊടുക്കുന്ന വഴി ഡ്രൈവർ സ്പീഡ് കുറച്ച് അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതുവഴി എന്താണ് നമുക്ക് എളുപ്പത്തിൽ ഡൈവേർട്ട് ചെയ്ത് പോകാനും ട്രാഫിക് ഐലൻഡ്സ് ചാനലൈസ് ചെയ്ത് പോകാനും പെഡസ്ട്രിയൻസിന് ഐലൻഡ്സ് ടേക്ക് ചെയ്ത് അതുവഴി ഒരു റോഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്ത് പോകാനൊക്കെ സാധിക്കും. ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ലെവലിൽ റോഡ് മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ കൊടുക്കാറുള്ളത്. ഇപ്പോൾ വൺ ഓഫ് ദ എക്സാമ്പിൾ ട്രംഫർട്ട് ഇൻ്റർചേഞ്ച് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇതിൻ്റെ ഫിഗർ വരച്ച് എന്താണ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രം പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് യൂണിറ്റിൻ്റെയാണ്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡിൻ്റെ കൺസ്ട്രക്ഷനാണ്. നമുക്കറിയാം വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്നത് ഡസ്റ്റ് അതേപോലെ എന്താണ് ലൈം അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർലോക്കിംഗ് കൊടുക്കുന്ന സ്റ്റോൺസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സബ് ഗ്രേഡൊക്കെ നന്നായി കോമ്പാക്റ്റ് ചെയ്യും അല്ലേ. സോയിലിനെ നന്നായി ഹോളേഴ്സൊക്കെ കൊടുന്ന് കോമ്പാക്റ്റ് ചെയ്യും. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് സബ് ഗ്രേഡ് ആണുള്ളത്. എന്നിട്ട് നമ്മുടെ ക്യാമ്പർ റിക്വയർഡ് ഗ്രേഡിയൻറ്റും ക്യാമ്പറൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. എന്തെങ്കിലും ചെറിയ തുളകളും കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അടച്ചു കൊടുക്കും. എക്സിസ്റ്റിംഗ് ബിറ്റുമിനസ് റോഡാണെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി ഫൊറോസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓൺ എക്സിസ്റ്റിംഗ് ബിറ്റുമിനസ് പേയ്മെൻറ്റ് 45 ഡിഗ്രി ഫൊറോസ് ആർ മെയ്ഡ് ടു 5 സെൻറ്റിമീറ്റർ ഡെപ്ത് ആൻഡ് വെടുത്ത്. ചെറിയ കുഴി ഒരു 45 ഡിഗ്രി ചെരിച്ചിട്ട് നമ്മൾ കുഴികൾ ഉണ്ടാക്കും. 5 സെൻറ്റിമീറ്റർ ഡെപ്തിലും വെടുത്തിലും കുഴികൾ ഉണ്ടാക്കുക. അത് ഇതിനെന്തിനു വേണ്ടിയിട്ടാണ്, അഗ്രിഗേറ്റ് നമുക്കൊരു എന്താണ് ഇതുമായിട്ടുള്ളൊരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എക്സിസ്റ്റിംഗ് റോഡും ഇടാൻ പോകുന്ന റോഡുമായിട്ട് പിടുത്തം കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സൈഡിൽ കൊടുത്തിട്ട് ലാറ്ററൽ കൺഫൈൻമെൻറ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് ആണ്. അതായത് സൈഡിൽ കൊടുത്തിട്ട് നമ്മൾ ഈ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സ് എല്ലാം സൈഡിൽ കൊടുന്ന് കൊട്ടിയിടും. Lateral confinement is provided by constructing the shoulders to advance ahead of carriageway and by terminating the inner sides vertical. എന്നിട്ട് എന്ത് ചെയ്യും, ഷോൾഡേഴ്സ് എന്ന് വെച്ചാൽ സൈഡിൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ ഷോൾഡേഴ്സ് ഫുട്പാത്ത് പോലെ റോഡിൻ്റെ ബൗണ്ടറീസിൽ രണ്ടിലും ഷോൾഡേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്താൻ വേണ്ടി അങ്ങനെ ഇടും. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് എങ്ങനെയാണ് ഇന്നർ സൈഡിൽ നിന്നും constructing the shoulders to advance the ahead of carriageway and by terminating the inner sides vertically. ഇന്നർ സൈഡിൽ നിന്ന് പുറത്തേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, വർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ അതിന് ശേഷം ഈ കൺഫൈൻ ചെയ്തിട്ടുള്ള അഗ്രഗേറ്റ്സിനെ നമ്മളെടുത്തിട്ട് സൈഡിലൊക്കെ കൊണ്ടുവന്ന് നിരത്തിയിട്ടിട്ടുള്ള അഗ്രഗേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. യൂണിഫോമായിട്ട് എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ പ്രോപ്പറായിട്ട് യൂണിഫോം തിക്നെസ്സും ടെംപ്ലേറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് സ്പ്രെഡ് ചെയ്യും. അതിന് ശേഷം ഇതിന് മേലെ കൂടെ റോളേഴ്സ് കൊടുത്തിട്ട് 6 to 10 ടൺ റോളേഴ്സ് യൂസ് ചെയ്തിട്ട് സെൻറ്ററിൽ സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് കോമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ റോൾ ചെയ്യും. ഓക്കെ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് റോളിംഗ് ആണ് ചെയ്യാറുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 സൈഡ് ഓവർലാപ്പ് ചെയ്ത് പോകണം. ഇപ്പോൾ 2 ഭാഗത്തു നിന്നായിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ 7.5 മീറ്ററിൻ്റെ റോഡാണെങ്കിൽ 3.25 മീറ്റർ ഒരു ഭാഗത്ത് സെൻറ്റർ ലൈൻ കെട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് ഈ നടുവിലെ സെൻറ്റർ ലൈൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നമ്മുടെ അപ്പുറത്തെ സൈഡിലേക്ക് ഓവർലാപ്പ് ചെയ്ത് അങ്ങനെ, കാരണം പരസ്പരം നന്നായിട്ട് ഇൻ്റർലോക്കിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നു. അതിന് ശേഷം ചെറിയ ചീള് കല്ലുകൾ ഇതിൻ്റെ ഇടയിൽ വലിയ കല്ലുകൾക്കിടയിലുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ചെറിയ ചീള് കല്ലുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇടും
എന്നിട്ട് അതിനെ ഒന്നുകൂടി കോമ്പാക്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിലേക്ക് ഇതിൻ്റെ വേർഡ്സ് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ സ്പ്രിങ്ക്ലിങ് ആൻഡ് ഗ്രൗട്ടിങ് ആണ്. സർഫസ് നമ്മൾ നന്നായിട്ട് വെള്ളം തളിച്ച് വിടും. കാരണം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാത്ത ചീളുകള്ളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചൂല് കൊണ്ട് അടിച്ച് പ്രോപ്പറായി നന്നായി അടിച്ച് റോളിങ്ങും അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി റോൾ ചെയ്യും. കോഴ്സ് അഗ്രിഗേറ്റ് എല്ലാം നന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ബൈൻഡിങ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യും. ബൈൻഡിങ് മെറ്റീരിയൽ മെല്ലെയാണ് അപ്ലൈ ചെയ്യുക. ഒരു യൂണിഫോം സ്ലോ റേറ്റിൽ അപ്ലൈ ചെയ്യും, വളരെ തിൻ ലെയേഴ്സായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ വെള്ളം തളിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളം നല്ല സ്ലറി ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായി അടിച്ചു കൊടുക്കുക. ഇത് എന്തിനാണ്, ഈ വേർഡ്സിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങിയിട്ട് അവ നമ്മൾ ബൈൻഡിങ് ഉണ്ടാക്കാനാണ്. എന്നിട്ട് ഒന്നുകൂടി റോളിങ് ചെയ്യും. അതിന് ശേഷം റോളിങ് ചെയ്ത് ഇത് വേർഡ്സിലൊക്കെ പ്രോപ്പറായി ഫില്ലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈനലി ഇതിനൊന്നുകൂടി കോമ്പാക്റ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് ഉണങ്ങാൻ വിടും. നന്നായി ഉണങ്ങി നെക്സ്റ്റ് ഡേ വന്ന് ഇൻസ്പെക്ഷൻ നോക്കി എവിടെയെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്ത് അതെല്ലാം ഫില്ല് ചെയ്ത് പ്രോപ്പറാക്കും. എന്നിട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിന് ശേഷം ട്രാഫിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇനി അതിൻ്റെ രണ്ടാമത്തെ പോർഷനിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. റോഡിൻ്റെ ഡ്രൈനേജ്. അപ്പോൾ നമുക്കറിയാം, റോഡ് പ്രോപ്പർലി ഡ്രൈനേജ് കൊടുത്തില്ലെങ്കിൽ സബ് ഗ്രേഡ് എല്ലാം ഫെയിലായി പോകും അല്ലേ. വെള്ളം റോഡിനുള്ളിലൂടെ ഇറങ്ങിപ്പോയി സബ് ഗ്രേഡിലേക്ക് ഇറങ്ങിയിട്ട് സബ് ഗ്രേഡിൻ്റെ സ്ട്രെങ്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുവഴി എന്ത് സംഭവിക്കും, പേയ്മെൻറ്റ് മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് ഇല്ലാണ്ടാവും. സ്റ്റെബിലൈസ്ഡ് സോയിലും വാട്ടർ ബൗണ്ട് മെക്കാഡൊക്കെ ആണെങ്കിൽ റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ആവുന്നത് കാരണമാകും. പിന്നെന്താണ്, ഇതിൻ്റെ ഇടയിലൊക്കെ ഈ വിള്ളലുകളോ ചെറിയ ചെറിയ തുളകളോ അതൊക്കെ വീണിട്ടുണ്ട്. പുവർ ഡ്രൈനേജ് കാരണം അതൊക്കെ വരാം. വെള്ളം അങ്ങനെ കണ്ടിന്യൂസ് കുത്തനെ മഴവെള്ളം വീഴുമല്ലേ. അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൂടെ വെള്ളം കടന്ന് വെള്ളം അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് വരുന്ന സമയത്ത് ആ വെള്ളം അവിടെ കടന്ന് കട്ടയാവും, ഐസ് ഫോം ചെയ്യും. അപ്പോൾ വോളിയം എക്സ്പാൻഷനും കോൺട്രാക്ഷനും വരുന്നത് വഴി വീണ്ടും ക്രാക്സ് റോഡിൽ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ വോളിയം ചേഞ്ചസ് വരാം. മോയ്സ്ചർ കണ്ടൻറ്റിൽ വേരിയേഷൻ വരുമ്പോൾ ചിലപ്പം വെയിലായി കഴിയുമ്പോൾ ഈ മോയ്സ്ചർ ഇവാപ്പറേറ്റ് ചെയ്യും. മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതെന്ത് ചെയ്യും, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതാക്കി ഇതിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യും. അപ്പം അങ്ങനെ വോളിയം ചേഞ്ച് വന്നു കഴിയുമ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വന്ന് റോഡിന് വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഡ് പമ്പിങ്. ഇപ്പോൾ സബ് ഗ്രേഡ് ആകെ നനഞ്ഞു, സബ് ഗ്രേഡിൻ്റെ സ്ട്രെങ്ത് ഒക്കെ പോയി. ഇപ്പോൾ ഈ ഇടയിൽ വിള്ളലുകൾ റോഡ് സർഫസിലുണ്ടെങ്കിൽ വാഹനം പോകുമ്പോൾ ഈ ചളിയായ സബ് ഗ്രേഡ് ഈ വിള്ളലുകൾക്കിടയിലൂടെ മേലേക്ക് പൊങ്ങി വന്ന് റോഡ് ആകെ വൃത്തികേടായി ചളിമയായി മാറും. പിന്നെന്താണ്, ഈ റോഡൊക്കെ ഒലിച്ചു പോകുന്നൊരു പ്രശ്നം വരാറുണ്ട് മഴക്കാലമൊക്കെ ആകുമ്പോൾ അല്ലേ. നന്നായി മഴയൊക്കെ പെയ്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ഈ പ്രോപ്പർ ഡ്രൈനേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് സർഫസ് ഡ്രൈനേജും ഉണ്ട്, സബ് സർഫസ് ഡ്രൈനേജും ഉണ്ട് അല്ലേ. അപ്പോൾ സർഫസ് ഡ്രൈനേജ് ആണെങ്കിൽ നമ്മൾ ഡിച്ചും ഡ്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് സർഫസ് ഡ്രൈനേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സൈഡിൽ ഗട്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് അല്ലെങ്കിൽ ക്യാച്ച് ബേസിൻസ് കൊടുക്കും, ഇൻലെറ്റ്സ് കൊടുക്കും. അതുവഴിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർഫസ് ഡ്രൈനേജ് വഴി വെള്ളത്തിനെ ഒഴിവാക്കി വിടുന്നത്. സബ് സർഫസ് ഡ്രൈനേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്രോസ് ചെയ്തിട്ട് റോഡിൻ്റെ അടിയിലൂടെ പോറസ് ആയിട്ടുള്ള പൈപ്പ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ സബ് ഗ്രേഡിലേക്ക് വരുന്ന വെള്ളത്തിന് ഒക്കെ ഈ പോറസ് ആയിട്ടുള്ള പൈപ്പ് കളക്ട് ചെയ്തിട്ട് അത് സൈഡിലുള്ള സർഫസ് ഡ്രെയിനിലേക്ക് ക്യാരി ഔട്ട് ചെയ്തിട്ട് അവിടെ കളക്ട് ചെയ്ത് പോയിക്കോളും. കണ്ടോ, ക്രോസ് ഡ്രെയിനേജ് സൈഡിലുള്ള ഡ്രെയിൻസിലേക്ക് ഇങ്ങനെയുള്ള ക്രോസ് ഡ്രെയിനേജ് ഉണ്ട് ഈ വാട്ടർ ടേബിളൊക്കെ അധികം പെട്ടെന്ന് റൈസ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടുന്ന് വെള്ളം ഈ പോറസ് ആണ്, തുളകളുണ്ടാവും ഇതിൻ്റെ മേലെ. അപ്പോൾ ആ തുളകളിലൂടെ വെള്ളം കളക്ട് ചെയ്ത് രണ്ട് സൈഡിലുള്ള ഡ്രെയിൻസിലേക്ക്, നമ്മുടെ സർഫസ് ഡ്രെയിൻസിലേക്ക് അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുവഴി അങ്ങോട്ടേക്ക് ക്യാരി ചെയ്ത് പോകും. ഇനി അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ 3ാമത്തെ മോഡ്യൂളിലാണ്. അത് റെയിൽവേ ആണല്ലേ, 3ാമത്തെ മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുള്ള. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 3ാമത്തെ മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് വേരിയസ് ടൈപ്പ് ഓഫ് സ്റ്റേഷൻ യാർഡ്സ്. സ്റ്റേഷൻ യാർഡ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പിന്നെ എക്സ്പ്ലെയിൻ കോണിംഗ് ഓഫ് വീൽസ് ആൻഡ് അഡ്സിങ് ഓഫ് സ്ലീപ്പേഴ്സ്. ഡ്രോ ദ നീറ്റ് സ്കെച്ച് ഓഫ് കോണിംഗ് ഓഫ് വീൽസ്. കോണിംഗ് ഓഫ് വീൽസും അഡ്സിങ് ഓഫ് സ്ലീപ്പേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൻ്റെ നീറ്റ് സ്കെച്ച് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള പ്ലേറ്റ് ലേ, ഓരോ മെത്തേഡ് പ്ലേറ്റ് ലേയിങ്ങിൻ്റെ പറയാനാണ്. പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സിനെ
നീറ്റ് സ്കെച്ച് കണ്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് ചിത്രം വരയ്ക്കാനും അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും എന്തായാലും പഠിച്ചിട്ട് പോകണം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യാർഡ്സ് ആണ് തോന്നുന്നു അല്ലേ ക്വസ്റ്റ്യൻ ഫസ്റ്റത്തെ. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള യാർഡ്സ് ഉണ്ട്? പാസഞ്ചർ യാർഡ്, ഗൂഡ്സ് യാർഡ്, മാർഷാലിംഗ് യാർഡ്, ലോക്കോമോട്ടീവ് യാർഡ്. പാസഞ്ചർ യാർഡ്സിൽ പ്രധാനമായിട്ട് എന്താ, പാസഞ്ചേഴ്സിനെ കംഫോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പാസഞ്ചേഴ്സിൻ്റെ കാര്യങ്ങൾ, അവർക്ക് അവരുടെ പാസഞ്ചേഴ്സിൻ്റെ സേഫ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, പാസഞ്ചർ ബോഗീസ് ആണ് അല്ലേ, അവിടെ പാസഞ്ചർ ബോഗീസിൻ്റെ സേഫ് മൂവ്മെൻറ്റിനും പാസഞ്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പാസഞ്ചർ പ്ലാറ്റ്ഫോം ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പോൾ ടെർമിനൽ സ്റ്റേഷൻസിലും അതേപോലെ ജംഗ്ഷൻസ്, റെയിൽവേ ജംഗ്ഷൻസിലൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേകം സൈഡിങ്സ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പാസഞ്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ, പിന്നെ അവർക്ക് വാഷ് ഏരിയ, അവർക്ക് വെയിറ്റിംഗ് റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റി, ബാത്റൂം ഫെസിലിറ്റി അങ്ങനെയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഗൂഡ്സ് യാർഡ് അറിയാലോ, കൊണ്ടുവരുന്ന ഗൂഡ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഡ്സ് യാർഡ് യൂസ് ചെയ്യാറുള്ളത്. ഗൂഡ്സിനെ റിസീവ് ചെയ്യാനും ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഗൂഡ്സ് പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ ഗൂഡ്സ് യാർഡായിട്ട് ട്രീറ്റ് ചെയ്യാറുള്ളത്. ഈ കൂടുതൽ ഗൂഡ്സ് വരുന്ന സാഹചര്യങ്ങൾക്ക് സെപ്പറേറ്റ് പ്രൊവിഷൻ തന്നെ കൊടുക്കും, സെപ്പറേറ്റ് സൈഡിങ്സ് തന്നെ കൊടുക്കും. പിന്നെ അപ്പോൾ ഇതിനെ പിക്ക് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള വാഗൺസ്, ട്രെയിൻസ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ആയിരിക്കും ഗൂഡ്സ് യാർഡിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. പിന്നെ മാർഷാലിംഗ് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാഗൺസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഈ റെയിൽവേയിൽ വരുന്ന വാഗൺസ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷൻസിലൊക്കെ അവിടുത്തെ റെയിൽവേ എത്രത്തോളം ട്രെയിൻസ് അവിടെ ഉണ്ട്, എത്രത്തോളം ട്രാഫിക് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അത് ഭയങ്കര തിരക്കൂടിയ സ്റ്റേഷൻസ് ആണോ, അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ മാർഷാലിംഗ് യാർഡ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഗൂഡ്സ് ട്രെയിൻസ് മാർഷാൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഗൂഡ്സ് ട്രെയിൻസൊക്കെ അവിടെ നമ്മൾ നിർത്തിയിടാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗൂഡ്സിൻ്റെ ബോഗീസൊക്കെ ഡിറ്റാച്ച് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഗൂഡ്സ് ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ മാർഷാൽ ചെയ്തിടാറുണ്ട്. ഗൂഡ്സ് ട്രെയിൻസ് ആർ മാർഷാൽഡ് സോ ദാറ്റ് വേഗൻസ് ആർ പ്ലേസ്ഡ് ഇൻ ഓർഡർ ഓഫ് ദി സ്റ്റേഷൻസ് അറ്റ് വിച്ച് ദേ ആർ ടു ബി ഡിറ്റാച്ച്ഡ്. ഇപ്പോൾ ഒന്നിച്ചുള്ള ബോഗീസൊക്കെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യണം, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ അത്രയും ബോഗീസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാർഷാലിംഗ് യാർഡ്സിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റേഷൻ ജംഗ്ഷൻസിലും ഒക്കെയാണ് നമ്മൾ മാർഷാലിംഗ് യാർഡ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഒരു ഹാർട്ടുമായിട്ടാണ് മാർഷാലിംഗ് യാർഡ് നമ്മൾ കമ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട മാർഷാലിംഗ് യാർഡിൻ്റെ ജോലികൾ എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുക, അതിനെ സോർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പറഞ്ഞു വിടുക. പിന്നെ ലോക്കോമോട്ടീവ് യാർഡ്സ് നമുക്ക് അറിയാമല്ലോ, റിപ്പയറിങ് വർക്കും ലോക്കോമോട്ടീവ്സിൻ്റെ, അതായത് ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവിൻ്റെ റിപ്പയറിങ് വർക്ക്, അതിലേക്ക് പണ്ടൊക്കെ ആണെങ്കിൽ കൽക്കരി ആയിരുന്നു, ഇപ്പോൾ നമ്മൾ അതിന് വേണ്ട ഫ്യൂവൽ നിറച്ച് കൊടുക്കുക, വാട്ടറിങ് ചെയ്യുക, ഓയിലിങ്, ക്ലീനിങ്, അതൊക്കെയാണ് ലോക്കോമോട്ടീവ് യാർഡിൽ ചെയ്യാറുള്ളത്. മാർഷാലിംഗ് യാർഡിൻ്റെ ഏകദേശം ഒരേ ഇത് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി റിപ്പയറിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദ ലൈൻ ഫ്രം ട്രാഫിക് യാർഡ് ടു ടേൺ ടേബിൾ ഷുഡ് ബി ക്ലിയർ. അവിടെ വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ട്രാഫിക് യാർഡിൽ നിന്ന് ടേൺ ടേബിളിലേക്കുള്ള ഇടയിൽ വാഹനത്തിൻ്റെ ഇടയിൽ വേറെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവരുത്, മനസ്സിലായോ? പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ എൻജിൻ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഗീസ് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ എൻജിൻ വേർതിരിക്കാൻ വേണ്ടി ബോഗീസ് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇടയിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ടേൺ ടേബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എൻജിൻ ഫിക്സ് ചെയ്യാൻ, എൻജിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ, അതിനൊക്കെയാണ് ടേൺ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് സൈഡിങ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ, ഒരുപാട് എൻജിൻസും സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് പൊസിഷൻസ്, എൻജിൻസ് നിർത്തിയിടാൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഈ ടേൺ ടേബിൾ എല്ലാവർക്കും കാണുന്ന പോലെ സെൻറ്ററിലല്ല, ഒരു റിമോട്ട് സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് വയ്ക്കേണ്ടത്, കാരണം അത് കാരണം മറ്റ് എൻജിനുകളുടെ മൂവ്മെൻറ്റ്സ് ഒന്നും ഒബ്സ്ട്രക്റ്റ് ആവരുത്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ കോണിങ് ഓഫ് വീൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു റെയിൽവേൻ്റെ ലോക്കോമോട്ടീവിലെ വീൽസ് എന്ന് പറയുന്നത് കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ഉള്ളിലേക്ക് ഒരു 1/20 സ്ലോപ്പ് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മളുടെ ട്രെയിൻ കർവൊക്കെ ടേൺ ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ബാക്ക് വീലും ഫ്രണ്ട് വീലും ഒരേ സമയമായിരിക്കില്ല ട്രാവൽ ചെയ്യുക. ബാക്ക് വീലിന് കൂടുതൽ, അല്ലെങ്കിൽ ഔട്ടർ വീലിന് കൂടുതലായിട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരും ഇന്നർ വീലിനേക്കാൾ. അപ്പോൾ അത് സ്ലിപ്പ് ചെയ്ത് ട്രാക്കിൽ നിന്ന് വീണ് ട്രെയിൻ പാളം തെറ്റാനുള്ളൊരു കാരണമാകും. അപ്പോൾ ഈ ഉള്ളിലേക്ക് ഇത് കോണിങ് ചെയ്തത് വഴി അതെന്ത് സംഭവിക്കും, നമ്മുടെ റെയിൽവേ ട്രാക്ക് അത് സ്ലിപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാതെ ഐ സെക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അതിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോണിങ് ഓഫ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താണ് അഡ്സിങ് ഓഫ് സ്ലീപ്പേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം റെയിൽവേ സ്ലീപ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ അത് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ആണെങ്കിൽ 1/20 ഇൻക്ലിനേഷനിൽ, പണ്ട് ടിമ്പർ സ്ലീപ്പേഴ്സ് ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ 1/20 ആക്കിയിട്ടാണ് ചെത്തി അങ്ങനെ ആക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ 1/20 ഇൻക്ലിനേഷനിലാണ് അത് എന്ത് ചെയ്യാറുള്ളത്, ഉള്ളിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കാറുള്ളത്. അതിനാണ് അഡ്സിങ് ഓഫ് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഈ വീലിങ്ങനെ 1/20 ഇൻക്ലൈൻ ചെയ്തിട്ടാണല്ലോ പോകുന്നത് അല്ലേ, കോണിങ് ഓഫ് വീൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വഴി ഉണ്ടാകുന്ന വിയർ ആൻഡ് ടിയർ മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്സിങ് ഓഫ് സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ട്രാക്ക് ലൈനിങ്ങിന് 3 മെത്തേഡാണുള്ളത് അല്ലേ, ടെലസ്കോപ്പിക് മെത്തേഡ്, ട്രാം ലൈൻ മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ്. അപ്പോൾ ടെലസ്കോപ്പിക് മെത്തേഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, നമ്മളുടെ ഇവിടെ നമ്മളങ്ങനെ ടെലസ്കോപ്പിക് മെത്തേഡ് എന്താണ്, ഇൻ ദിസ് മെത്തേഡ് റെയിൽ സ്ലീപ്പേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് ആർ അൺലോഡഡ് ഫ്രം മെറ്റീരിയൽ ട്രെയിൻ as close to the railhead as possible. The sleepers are carried by carts or men along the adjoining service sources on the ballast. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സൈമൾട്ടേനിയസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഒരു റെയിലും സ്ലീപ്പറും ഫാസ്റ്റനിങ്സൊക്കെ മെറ്റീരിയൽ ഇത് ക്യാരി ചെയ്ത് വരുന്ന ട്രെയിൻ വഴി അൺലോഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ദ സ്ലീപ്പേഴ്സ് ആർ ക്യാരിഡ് ബൈ കാർട്ട്സ്, സ്ലീപ്പേഴ്സിനെ കാർട്ടിൽ മനുഷ്യന്മാർ ക്യാരി ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ബെല്ലാസ്റ്റിനെ സ്പ്രെഡ് ചെയ്യും. അപ്പോഴേക്കെപ്പോഴെല്ലാം ചെയ്യും അല്ലേ, ബെല്ലാസ്റ്റ് സ്പ്രെഡ് ചെയ്യുക, സ്ലീപ്പേഴ്സ് വെക്കുക, ബെല്ലാസ്റ്റ് സ്പ്രെഡ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെയിൽസ് അതിൻ്റെ മേലെ കൊടുന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ റെയിൽസ് മാനുവലി ഒരുപാട് ഡിസ്റ്റൻസ് ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ ടീഡിയസ് ജോബാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് ക്യാരി ചെയ്യാൻ വേണ്ടി ആൻഡേഴ്സൺ ലൈൻ, സോ സർട്ടൺ ക്യാരിയേഴ്സ് കാൾ ആൻഡേഴ്സൺ ലൈൻ ക്യാരിയേഴ്സ്, നമ്മൾ ഈ റെയിൽ ക്യാരി ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ക്യാരിയർ ഉണ്ട് റെയിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ക്യാരിയേഴ്സ് യൂസ് ചെയ്ത് റെയിൽസ് ക്യാരി ചെയ്തിട്ട് കൊണ്ടുവന്ന് അതിൽ വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിങ്ങനെ ഈ ട്രാക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് ഇതുവഴി കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ബാക്കിലത്തെ ഇത് കംപ്ലീറ്റ് ആയി പോയി ഫ്രണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിക്സിങ്ങും ഫാസ്റ്റനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞ ട്രാക്കിൽ അതെല്ലാം നടത്തിപ്പോകും. പിന്നെ ട്രാം ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇത് റെയിനി സീസണാണ്. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ദിസ് മെത്തേഡ് ഈസ് വേർ ട്രാം ക്യാരിയർ ആർ ഇൻസ്റ്റാൾഡ് ഫോർ ക്യാരിയിങ് എർത്ത് വർക്ക് ഓവർ റെയിനി സീസൺ ഡ്യൂ ടു ഡിഫിക്കൽട്ട് ഇൻ മൂവ്മെൻറ്റ് ഓഫ് കാർട്ട്. റെയിനി സീസണിൽ കാർട്ടിന് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് ഈ ടെലിസ്കോപ്പിക് മെത്തേഡ് പോലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ട്രാം ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുക. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന റെയിലിന് പാരലലായിട്ട് തന്നെ ഒരു റോഡ് നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോഡൗൺസ് അങ്ങനെയുള്ള എല്ലാം അവിടെ കൺസ്ട്രക്റ്റ് ചെയ്ത് സാധനങ്ങളെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്യും, സാധനങ്ങളെല്ലാം അതിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എൻ്റെയായി ഷിഫ്റ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക്, പണി തുടങ്ങാൻ പോകുന്ന സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എഗെയിൻ അവിടെ വീണ്ടും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, സ്ലീപ്പേഴ്സ് വയ്ക്കും, അതിൻ്റെ മേലെ റെയിൽസ് വയ്ക്കും. എന്നിട്ട് അതെല്ലാം കംപ്ലീറ്റ്ലി ക്ലിയറായി ട്രെയിനൊക്കെ ഒന്ന് ഓടി തുടങ്ങിയ ശേഷമാണ് എന്താണ് ഒക്കെ സബ് ഗ്രേഡൊക്കെ ഒന്ന് ഫേംലി ഫിക്സ്ഡ് ആയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ബെല്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അമേരിക്കൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി എന്താണ് എല്ലാം റെഡിയാക്കും. ഈ സ്ലീപ്പേഴ്സും റെയിൽസും എല്ലാം ഫിക്സ്നേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സൊക്കെ വെച്ച് കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതെല്ലാം പ്രീ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ ക്രെയിൻസ് വഴി ഇത് കൊടുന്ന് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ ബെല്ലാസ്റ്റും കാര്യങ്ങളും മാത്രമാണ് അവിടെ ഇടേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, അതിനാണ് അമേരിക്കൻ മെത്തേഡെന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മൾ പോയിൻറ്റ്സ് ആൻഡ് ടേൺ ഔട്ടിൻ്റെ ഫിഗർ വരച്ച് എല്ലാം ലേബൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് ടേൺ ഔട്ടിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ടേൺ ഔട്ട്, അപ്പോൾ എന്താണ് ഈ പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ്സ് ചേർന്നിട്ട് വരുന്ന ആ ഒരു എൻ്റയർ അറേഞ്ച്മെൻറ്റ് നമ്മൾ ടേൺ ഔട്ട് എന്ന് പറയുക. അതിൽ ടെങ്ക് റെയിൽ ഉണ്ടാവും, സ്റ്റോക്ക് റെയിൽ ഉണ്ടാവും. അപ്പോൾ ഹോറിസോണ്ടലായിട്ട് നേരെ മൂവ് ചെയ്ത് പോകുന്ന ടെങ്ക് റെയിലിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്ന റെയിലിനെയാണ് സ്റ്റോക്ക് റെയിൽ എന്ന് പറയുക. ടെങ്ക് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ടാപ്പേർഡ് എൻഡ്, അതായത് എൻഡ് ഇങ്ങനെ ടാപ്പർ ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ അത് ടേൺ ചെയ്ത് പോയിട്ടുള്ള ഈ ഒരു സെക്ഷൻ നമ്മൾ ഇങ്ങനെ പോകുന്ന ഈ ഒരു ഇതിലാണ് നമ്മൾ കണ്ടത്, എൻ്റെ ടാപ്പർ ചെയ്താൽ പോയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ടെങ്ക് റെയിൽ എന്ന് പറയുന്നത്.
പിന്നെ ക്രോസിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ജംഗ്ഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ്. അതിനെന്താണ്, 2 റെയിൽസ് പരസ്പരം ക്രോസ് ചെയ്ത് പോകുമ്പോൾ അല്ലേ. അപ്പോൾ വീലിൻ്റെ ഫ്ലാഞ്ചിനെ ആ ഒരു റെയിലിൽ നിന്ന് മറ്റേ റെയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റിന് ക്രോസിംഗ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. വീണ്ടും ഞാൻ ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നത്തെ വീഡിയോ എടുത്ത് കാണാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈ ലാസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യനാണ്. ഡോക്ക് എന്താണ്, അതിൽ ഡ്രൈ ഡോക്ക്, ഫ്ലോട്ടിംഗ് ഡോക്ക്, വെറ്റ് ഡോക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ടണൽസിൻ്റെ നെസസിറ്റി, അതിൻ്റെ യൂസസും. ഡോക്ക് ക്വസ്റ്റ്യനായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ബ്രിഡ്ജിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കാർഗോസൊക്കെ അൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റിപ്പയർ വർക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹർബറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡോക്ക് എന്ന് പറയുന്നത് അല്ലേ. വെസൽ എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പ് ബർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും കാർഗോസും പാസഞ്ചേഴ്സും ഒക്കെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും. ഇപ്പോൾ ഡ്രൈ ഡോക്ക് ഉണ്ട്. ഡ്രൈ ഡോക്ക് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്, നമ്മുടെ കപ്പൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം വെള്ളം മുഴുവൻ പമ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കളയും. അതിന് ശേഷം അതിന് എന്താണ് റിപ്പയറിങ് ചെയ്യും. ചിലപ്പോൾ പെയിൻറ്റിങ് ആയിരിക്കും ചെയ്യേണ്ടി വരിക, അത് ചെയ്യും. അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. ആൾട്ടർനേറ്റ് കോഴ്സസ് ഗ്രാനൈറ്റിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ നല്ല പവർഫുള്ളായിട്ടുള്ള പമ്പ് വേണം വെള്ളം പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി. റിപ്പയറിങ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് വീണ്ടും റീഫിൽ ചെയ്യും. ഡോറ് തുറന്നിട്ട് കപ്പലിന് പുറത്തേക്കാകും. പിന്നെ ഫ്ലോട്ടിംഗ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കപ്പൽ ഫ്ലോട്ട് ചെയ്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇതൊരു മെല്ലോ സ്ട്രക്ചറാണ്. മെല്ലോ എന്ന് വെച്ചാൽ ഒരു പതിഞ്ഞ സ്ട്രക്ചറാണ്. സ്റ്റീൽ കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. 2 സൈഡ് വാൾസും ഒരു ഫ്ലോറാണ് ഉണ്ടാവുക. ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിപ്പിനെ റിസീവ് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻറ്റീരിയർ ചാമ്പറിന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യും. പിന്നെ ഷിപ്പ് എന്ത് ചെയ്യും, ഇതിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്യും. പൊസിഷനിലേക്ക് വന്ന് ഷിപ്പിനെ ബർത്ത് ചെയ്യും. അപ്പോൾ ഷിപ്പ് ബർത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളത്തിനെ കുറച്ച് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് ഡോക്കിനെ റൈസ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത്. പിന്നെ വെറ്റ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫിഷ്യൻറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ അതിലുണ്ടായിരിക്കും എപ്പോഴും. അവിടെ എൻട്രൻസിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. വലിയ ഗേറ്റ് വെച്ചിട്ട് മെഷീനറി വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗേറ്റ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് പ്രധാനമായിട്ടും എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് വെച്ചാൽ കടലിലെ വെള്ളത്തിൻ്റെ അളവ് നന്നായി വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ ഡെപ്ത് പ്രശ്നമില്ലാതെ കപ്പലിനെ നമുക്ക് നല്ല ഇതിൽ പുറമെ വരുന്ന വേവി എഫക്റ്റ് എന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ആ ഗേറ്റ്സ് അടച്ചിടും. നെസസിറ്റി ഓഫ് ടണലിൻ്റെ നെസസിറ്റി എന്താണെന്നുള്ളത് കഴിഞ്ഞതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇടയിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് സിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഒരു വലിയൊരു 2 ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് വലിയൊരു മൗണ്ടെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്യാനൊരു ഷോർട്ടസ്റ്റ് റൂട്ടായിട്ട് ഈ ടണലാണുള്ളെങ്കിൽ പിന്നെ ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള ഗ്രേഡിയൻറ്റ് നമുക്ക് കവർ ചെയ്യണം. ടണലാണ് അപ്പോൾ അതിനേക്കാൾ നല്ല ഓപ്ഷനെങ്കിൽ അപ്പോൾ നമുക്ക് ടണൽ കൊടുക്കാം. പിന്നെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ വരുവാണ്. ടണൽ ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനത്തെ ലാൻഡ് അക്വിസിഷൻ ചെയ്ത് വളരെ ബുദ്ധിമുട്ടി നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തേണ്ട സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ അപ്പോഴും നമ്മൾ ടണലിങ് പ്രിഫർ ചെയ്യും. പിന്നെ ഡെപ്ത് ഓഫ് കട്ടിങ് ഒരു 20 മീറ്ററിനേക്കാൾ മേലേക്ക് നമ്മൾക്ക് മണ്ണൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ടണൽ നമ്മൾ പ്രിഫർ ചെയ്യും. ഇപ്പോൾ ടണൽ നമുക്കറിയാം അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിങ് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഗാലറിയാണ്. അത് സീവേജും പിന്നെ അതേപോലെ തന്നെ ട്രാഫിക്, വാട്ടർ, ഓയിൽ എല്ലാം കൺവേ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ബ്രേക്ക് വാട്ടറാണ്. അപ്പോൾ ബ്രേക്ക് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ ഹാർബറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ബ്രേക്ക് വാട്ടർ. അപ്പോൾ ഹാർബറിനെ നമ്മളുടെ കടലിലുള്ള വെള്ളത്തിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഹെവി വേവ്സിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് ആ വേവ്സിനെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ബ്രേക്ക് വാട്ടേഴ്സാണ്. അപ്പോൾ 2 രീതിയിലുള്ള ബ്രേക്ക് വാട്ടറാണുള്ളത്. അപ്പറൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ, മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ, ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ.
അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹെട്രോജീനിയസ് ആയിട്ട് നാച്ചുറൽ റബ്ബിള് അല്ലെങ്കിൽ അൺറസ്റ്റ് സ്റ്റോൺ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഹ്യൂജ് വോളിയം ഓഫ് റോക്ക് ഇവിടെ ആവശ്യമായതുകൊണ്ട് ഇതിന് അൺഎക്കണോമിക്കലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഒരു 50 മീറ്ററൊക്കെ വാട്ടർ ഡെപ്ത് വരുമ്പോഴാണ് നമ്മളിത് കൺസ്ട്രക്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ആർട്ടിഫിഷ്യൽ ബ്ലോക്ക് ഓഫ് കോൺക്രീറ്റ്. എത്ര ഹെവിയാണോ അത്രയും ഹെവി ആയിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് എപ്പോഴാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ സൈസ് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരുപാട് ഹൈറ്റിൽ വേവ് വരികയാണെങ്കിലാണ് നമ്മളിത് ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് ഒരു 15 മീറ്ററിൽ ഹൈറ്റ് നമ്മൾ മാക്സിമം പരിധിയായി വെച്ചിട്ടുണ്ട്. പിന്നെ ലോ വാട്ടർ ലെവലിലാവുമ്പോഴാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് പോസിബിൾ ആവുള്ളൂ. പിന്നെ ഇതിന് മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ബിലോ ലോ വാട്ടർ ലെവൽ സൂപ്പർ സ്ട്രക്ചർ ക്യാൻ ബി ഫൗണ്ടഡ് വെൽ ബിലോ ദ ലെവൽ ഓഫ് ഡിസ്റ്റർബൻസ്. അപ്പോൾ ലെവൽ ഓഫ് ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ എന്താ, വേവി ആക്ഷൻ വരുന്നതിൻ്റെ താഴേക്ക് ഈ സൂപ്പർ സ്ട്രക്ചറിന് ഫൗണ്ടേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ ഉണ്ട്. അത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. കോൺക്രീറ്റ് ബ്ലോക്സ്, റോക്ക് ഫിൽഡ് ഷീറ്റ് പൈൽ സെൽസ്, കോൺക്രീറ്റ് ഓർ സ്റ്റീൽ കേസൻസ്, അങ്ങനെ പല രീതിയിലാണ് ഈ വെർട്ടിക്കൽ വാൾ ബ്രേക്ക് വാട്ടർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാറുള്ളത്. റെക്റ്റാങ്കുലർ ബ്ലോക്കായിട്ടും കൺസ്ട്രക്റ്റ് ചെയ്യാം 25 to 50 ടൺസിൻ്റെ വെച്ചിട്ട്. പിന്നെ ഒരു കോൺക്രീറ്റ് ബാഗ്സിൻ്റെ മേലേക്ക് നമ്മളൊരു 100 ടണ്ണൊക്കെ വെയിറ്റ്, അതുവരെയുള്ള വെയിറ്റൊക്കെ ഒരു വലിയ വാളായിട്ടും നമ്മളിതിനെ കൺസ്ട്രക്റ്റ് ചെയ്യാറ് ഉണ്ട്. പിന്നെ സൈഡ് സെലക്ഷൻ ഓഫ് ബ്രിഡ്ജാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സൈഡ് സെലക്ഷൻ, അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന്, ആ ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷനും പർപ്പസും എന്താണെന്നുള്ളതിനനുസരിച്ച്. പിന്നെ ബ്രിഡ്ജിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ബ്രിഡ്ജിൻ്റെ പർപ്പസ് അനുസരിച്ച്. പിന്നെ ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ്, സ്ക്വയർ ബ്രിഡ്ജസ്, ക്യൂബ് ബ്രിഡ്ജ് അതായിട്ടുണ്ട്. പിന്നെ ബ്രിഡ്ജിൻ്റെ ലൈഫ് അനുസരിച്ച് പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ. പിന്നെ ഡെക്ക് സ്ലാബിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് സൂപ്പർ സ്ട്രക്ചർ, ട്രഫ് സ്ലാബ്, സെമി ഡെക്ക് സ്ലാബ് അല്ലേ, ഡെക്ക് സ്ലാബ് അങ്ങനെ. ബേസ്ഡ് ഓൺ ലോഡിങ് അനുസരിച്ച് ക്ലാസ് എ, ക്ലാസ് ബി, അങ്ങനെ ക്ലാസ് എ. പൊസിഷൻ ഓഫ് ഡെക്ക് സ്ലാബ് അനുസരിച്ചിട്ട്, ഹൈ ഫ്ലഡ് ലെവൽ അനുസരിച്ച് നമുക്കറിയാം സബ്മേഴ്സിബിൾ ബ്രിഡ്ജ്, അങ്ങനെ ലോ ലെവൽ ബ്രിഡ്ജ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ബ്രിഡ്ജിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അത്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു. മോഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, അതും അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.